ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു തീം കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. കുറച്ച് ഡിലേ ആയിപ്പോയി, നോമ്പിൻ്റെ തിരക്കിലൊക്കെ പെട്ടതുകൊണ്ട് വീഡിയോ കുറച്ച് ഡിലേ ആയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു പോട്ടിൻ്റെ ഒരു തീം കേക്കായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് 7 ഇഞ്ചിൽ 1 kg കേക്ക് നമ്മൾ ടോളായിട്ട് ചെയ്യൂലേ, അങ്ങനെയാണ് ചെയ്തത്. ഒരുപാട് ഹൈറ്റിലല്ല, ഒരു മീഡിയം ഹൈറ്റിൽ കിട്ടുന്ന രീതിയിൽ. 7 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് 4 ലെയർ കിട്ടുമല്ലോ. 7ൻ്റെ 2 പാനിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഹൈറ്റിൽ കിട്ടും. എന്നിട്ട് ജസ്റ്റ് സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം പിന്നെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ. ഇതിൻ്റെ റെസിപ്പിയും ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, റെസിപ്പി ആയിട്ട് ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗുലാബ് ജാമുൻ്റെ ഒരു ഫ്ലേവറിലാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ സെപ്പറേറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ കവർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പോട്ടിൻ്റെ കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്, മാജിക് കളേഴ്സിൻ്റെ കേട്ടോ. ആ ഒരു കളറാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോസിൽ വെച്ചിട്ട് ആ ഒരു പോട്ടിൻ്റെ ഷേപ്പ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് നോസിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ടൂൾ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് കറക്റ്റ് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ OHP ഷീറ്റ് അതിങ്ങനെ കട്ട് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റാക്കി കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്തതിന് ശേഷം പിന്നെ ടോപ്പ് പോർഷൻ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ. പിന്നെ മേലെ നമ്മളാ ഒരു സാൻഡിൻ്റെ ഒരു ഫുള്ളായിട്ട് ഇങ്ങനെ സാൻഡിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മേലെ കവർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ടോപ്പൊന്നും ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പിന്നെ നമ്മളൊരു പോട്ടായതുകൊണ്ട് തന്നെ ഒരു സെമി ഫിനിഷിങ് കൊടുത്താൽ മതി. ഭയങ്കരമായിട്ട് നീറ്റായിട്ടുള്ള ഫിനിഷിങ് വേണം എന്നില്ല. അത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കും. പിന്നെ ഒരു മേലെ നമുക്ക് ഒരു ചെടിച്ചട്ടിയുടെ ഒരു കറക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്കിൻ്റെ മേലെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന പീസിൽ അതിൽ ബ്രൗൺ കളർ മിക്സ് ചെയ്തിട്ടാണ്, ബ്രൗണും കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി. അപ്പോൾ ഒരു കറക്റ്റായൊരു ലുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് മേലെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവേഴ്സും ലീഫാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനിതിന് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഇതിൻ്റെ റീൽസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിന് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് ഞങ്ങൾ കൊണ്ടുപോയതാണ്. അപ്പോൾ ആളുടെ വീട്ടിൽ ഈ ഒരു വിഷ്വൽസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുള്ള് ആൾക്ക് ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോലെയാണ്. അപ്പോൾ ഫുള്ള് ചെടികളാണ് വീടിൻ്റെ ഫ്രണ്ടിലായിക്കോട്ടെ, അതുപോലെ തന്നെ ടെറസിൽ അപ്പുറത്തെ പറമ്പിൽ വരെയും ഫുള്ള് ചെടികൾ വെച്ചേക്കും. അപ്പോൾ റഫിയത്ത് എന്നാണ് പേര്. ആൾ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ്. മാർച്ച് 1 ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്ന് അങ്ങനെ ഫസ്റ്റ് തന്നെ വെള്ളം കുടിച്ച്, സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ഒന്നും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ആളുടെ തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു മൊജീറ്റോ കുടിച്ച് പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ചെടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭംഗിക്ക് വെക്കുന്ന ചെടികൾ മാത്രമൊന്നുമല്ല, വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നിട്ടാണ്. ഞാനിതിൽ വിഷ്വൽസ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയ ടൈം നല്ല വെയിലുള്ള ടൈമായിരുന്നു. പിന്നെ പിള്ളേർക്ക് ക്ലാസ്സുള്ള ദിവസമായിരുന്നു. അപ്പോൾ പിള്ളേരെ വിട്ടിട്ടാണ് ഞങ്ങൾ പോയത്. പിള്ളേർ വരുന്നതിന് മുമ്പ് തിരിച്ച് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു. അപ്പോൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലാണ് ഫുൾ കൂടുതലും ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഓർക്കിഡും പല പല വെറൈറ്റി ചെടികൾ ഫുള്ളുണ്ട്. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഡ്രമ്മിൽ. ചെമ്പകം കണ്ട, ചെമ്പകമൊക്കെ അധികം വലിയ മരമൊന്നുമല്ല, വലിയ വലിയ പോട്ടുകൾ, ഡ്രം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അത്യാവശ്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഡ്രമ്മിൻ്റെ ഇതിലാണ് ഫുള്ളും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷനിലാണ് കേട്ടോ എല്ലാം ഉള്ളത്. എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, കാരണം കാണാത്ത കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ മിറാക്കിൾ ഫ്രൂട്ടാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ പേര്. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ കുറേ സമയത്തിന് ഇങ്ങനെ വായിൽ മധുരം ഉണ്ടാവും. വേറെ പുളിയുള്ള എന്ത് ഐറ്റംസ് കഴിച്ച് കഴിഞ്ഞാലും മധുരം തന്നെ ആയിരിക്കും. അത് വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയേട്ടാ. അങ്ങനെ സാലഡ്, ലെമൺ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പേരക്ക തന്നെ, സ്ട്രോബെറി പേരക്ക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ കൊല പോലെ ഉണ്ടാകുന്ന പേരക്ക, അങ്ങനെയുള്ള കുറേ ഫ്രൂട്ട്സുകൾ. ഇപ്പോൾ പിന്നെ പല പല വെറൈറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാറുണ്ട് കുറേയൊക്കെ. എന്നാലും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അത് നമ്മളുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലുണ്ടായപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി.
പിന്നെ കേക്ക് ഞങ്ങളിങ്ങനെ ബോക്സിൽ ക്ലോസ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേക്ക് എടുത്തത്. കേക്ക് എടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ റിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ആ ഫ്ലേവർ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗുലാബ് ജാമുൻ ഞാൻ പറഞ്ഞില്ലേ, ഗുലാബ് ജാമുൻ ഒരു റെയർ ഫ്ലേവറാണല്ലോ, എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലേവറും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാനും അതെ കേട്ടോ, ഞാനങ്ങനെ ഭയങ്കര മധുരമുള്ളതുകൊണ്ട് ഞാനങ്ങനെ കഴിക്കാറില്ല. മധുരം പൊതുവേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ പോലും അത് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നാറുമില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഫ്ലേവറാണ്. പിന്നെ അതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ചെന്നത് കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൻറ്റിക് പീസൊക്കെ അവിടെ കളക്ഷൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. ആളുടെ ഹസ്ബൻഡിന് ഒരു ക്രേസ് ഉണ്ട് ഇങ്ങനെ ആൻറ്റിക് പീസൊക്കെ മേടിക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് കഴിഞ്ഞിട്ട് റെഡ് വെൽവെറ്റ് ഐസ്ക്രീം കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കലത്തായ ഒരു വെയിലൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ടെറസിൻ്റെ മേലേക്ക് കയറിയത്. അവിടെയും ഇഷ്ടംപോലെ കഷ്ടപ്പെട്ട് കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആദ്യം ചെട്ടിമല്ലിയില്ല, ഓണത്തിൻ്റെ സീസണിലൊക്കെ ആൾ കുറേ ചെട്ടിമല്ലിയൊക്കെ ഉണ്ടാക്കി ഫുള്ളായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ടെറസിൻ്റെ മേലെ കാണാനായിട്ട്. അതിനൊരുപാട് പഞ്ചായത്ത് ലെവലിലും ഒക്കെ ആയിട്ട് നല്ല അപ്രീസിയേഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. MLA ഒക്കെ കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഫുള്ളും അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫ്ലവറിങ് സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുമല്ലോ. അതിന് ശേഷമാണ് പിന്നെ ഫുള്ളായിട്ട് കുറേ വെജിറ്റബിളും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ടെറസിൻ്റെ മേലേക്ക് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ നല്ല ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അത് അതേപോലെ നല്ല രീതിയിൽ അത് നമ്മൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, അത് നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുനടക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയും നീറ്റാണ്. എല്ലാ ദിവസവും അതിന് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യണത്. കണ്ടില്ലേ മുളകുകൾ, പിന്നെ ചോളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചോളം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ നമ്മൾ ചോളം നേരിട്ട് മേടിക്കുമ്പോൾ കാണാമെന്നല്ലാണ്ട് ചെടിയിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് നല്ല വെയിൽ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് പോന്നു. പിന്നെ പോരാനായി, പിള്ളേരൊക്കെ വരുന്ന ടൈം ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും വീട്ടിലേക്ക് തിരിച്ചെത്തണ്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ അടുത്ത് തന്നെ ഞങ്ങൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് അപ്പോൾ തന്നെ പോന്നിട്ടോ. ഞങ്ങൾ തിരിച്ച് പോരണ വഴിക്കാണ് ജസ്റ്റ് അവിടെ ഒന്ന് കയറി പെട്ടെന്ന് തന്നെ പോന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. കേക്കും അതുപോലെ ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.